Hello students, welcome back to Plus One Economics Improvement Exam Special Online Classroom. ഇന്നത്തെ ക്ലാസ്സിൽ രണ്ട് ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇന്ത്യൻ ഇക്കോണമിയിലെ തേർഡ് ചാപ്റ്റർ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ആൻഡ് അപ്രൈസൽ. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഒരു അവലോകനം. ദെൻ സ്റ്റാറ്റിസ്റ്റിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ കളക്ഷൻ ഓഫ് ഡാറ്റ, ദത്തങ്ങളുടെ ശേഖരണം അല്ലെങ്കിൽ ഡാറ്റയുടെ ശേഖരണം. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യൻ ഇക്കോണമിയിലെ തേർഡ് ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ആൻഡ് അപ്രൈസൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. എക്സാമിന് കൂടുതൽ മാർക്കിന് ചോദ്യങ്ങൾ വരുന്ന ഒരു ചാപ്റ്റർ കൂടെയാണ്. ഓക്കെ, ഇവിടെ ഒന്നാമതായിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പഠിക്കേണ്ട ഒരു ചോദ്യമാണ് 1990 ഇക്കണോമിക് ക്രൈസിസ്, സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് ഈ ചാപ്റ്ററിൽ തുടക്കത്തിൽ നമ്മൾ പഠിച്ചു. ഈ ഒരു ചാപ്റ്ററിൽ ഓവറോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ ഇക്കോണമി ആഫ്റ്റർ 1990, 1990 ശേഷമുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പശ്ചാത്തലത്തെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ ത്രൂ ഔട്ട് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. 1990 ശേഷമുള്ള ഇൻസിഡൻസ്, അതുപോലെ പ്രധാനപ്പെട്ട റിഫോംസ്, ഇതൊക്കെയാണ് ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദ്യമാണ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇക്കണോമിക് ക്രൈസിസ് ഇൻ 1990. 1990 സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തെക്കുറിച്ച് വിശദീകരിക്കുക. ആ ഒരു ചോദ്യം എക്സാമിന് പ്രതീക്ഷിക്കാം. അവിടെ നമ്മൾ പഠിച്ച പോയിന്റുകൾ എന്തൊക്കെയായിരുന്നു? അതായത് 1990 ഉണ്ടായിട്ടുള്ള ഗൾഫ് ക്രൈസിസ്, ഓക്കെ, ഗൾഫ് പ്രതിസന്ധിയെ കുറിച്ചെല്ലാം നമ്മൾ പഠിച്ചിരുന്നു. അവിടെ വരുന്ന 5ഓളം പോയിന്റുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ പോയിന്റുകൾ കൃത്യമായിട്ട് ഉൾപ്പെടുത്തിയിട്ട് വേണം ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. ഒന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് ചോദ്യം അതാണ്. ദെൻ ഇവിടെ നമുക്ക് വരുന്നത് ഈ ഒരു ഇക്കണോമിക് ക്രൈസിസിന് ശേഷം ഇന്ത്യ ന്യൂ എക്കണോമിക് പോളിസി, അല്ലെ, ന്യൂ ഇക്കണോമിക് പോളിസി NEP, പുത്തൻ സാമ്പത്തിക നയം 1991 അനൗൺസ് ചെയ്തു അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഇക്കണോമിക് ക്രൈസിസ്, സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം ഇന്ത്യ ഗവൺമെന്റ് എന്ത് അഡോപ്റ്റ് ചെയ്തു? ന്യൂ എക്കണോമിക് പോളിസി, പുത്തൻ സാമ്പത്തിക നയം അഡോപ്റ്റ് ചെയ്തു അല്ലെങ്കിൽ സ്വീകരിച്ചു. അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള 3 റിഫോംസ് ആണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഓക്കെ, അപ്പോൾ ന്യൂ എക്കണോമിക് പോളിസിയെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ഈ 3 കാര്യങ്ങളെ കുറിച്ചും എഴുതി വച്ചിരിക്കണം. ഓക്കെ, ആദ്യം നമ്മൾ ലിബറലൈസേഷൻ, ഉദാരവൽക്കരണത്തെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിനെ ഷോർട്ടായിട്ട് പറയുന്നത് LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അതിൽ ലിബറലൈസേഷനെ കുറിച്ച് എക്സാമിന് കൂടുതലായിട്ട് ചോദിച്ച് കാണാറുണ്ട്. കാരണം ഇതിന്റെ അണ്ടറിലാണ് കുറച്ച് കൂടുതൽ ടോപ്പിക്കുകൾ നമുക്ക് കവർ ചെയ്ത് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ലിബറലൈസേഷന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം പഠിക്കാനായിട്ട്. ഓക്കെ, ലിബറലൈസേഷൻ, ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ടു ലിബറേറ്റ് ഇൻഡസ്ട്രി ആൻഡ് ഇക്കണോമി ഫ്രം അൺവാണ്ടഡ് ഗവൺമെന്റ് റെസ്ട്രിക്ഷൻ ആൻഡ് കൺട്രോൾ. ഗവൺമെന്റിന്റെ അനാവശ്യമായ നിയന്ത്രണങ്ങളിൽ നിന്ന് വ്യവസായങ്ങളെയും സമ്പദ് വ്യവസ്ഥയെയും മോചിപ്പിക്കുക എന്നാണ് ലിബറലൈസേഷൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് ഒരു 2 മാർക്കിന്റെ ചോദ്യമായിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എന്താണ് ലിബറലൈസേഷൻ? പഠിച്ച് വച്ചിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ നമുക്ക് പറയാനുള്ളത് ലിബറലൈസേഷന്റെ ഭാഗമായിട്ട് ആസ് എ പാർട്ട് ഓഫ് ലിബറലൈസേഷൻ ഇന്ത്യ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ്ഡ് 5 റിഫോംസ്. ഈ ഒരു ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യ 5 പരിഷ്കാരങ്ങളാണ് വരുത്തിയിട്ടുള്ളത്. 5 മേഖലകളിൽ പരിഷ്കാരങ്ങൾ വരുത്തി. ഏതൊക്കെ സെക്ടറുകളിലായിരുന്നു? യെസ്, ഇൻഡസ്ട്രിയൽ സെക്ടർ റിഫോംസ്. ഫസ്റ്റ് 1 എന്തായിരുന്നു? വ്യവസായ മേഖല പരിഷ്കാരങ്ങൾ. ദെൻ ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ്, ധനകാര്യ മേഖലാ പരിഷ്കാരങ്ങൾ. 3rd ടാക്സ് റിഫോംസ്, നികുതി പരിഷ്കാരങ്ങൾ. 4th 1 ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ്, വിദേശ നാണയ പരിഷ്കാരങ്ങൾ. ദെൻ
ട്രേഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി, വ്യാപാര നിക്ഷേപ നയങ്ങൾ. ഈ 5 റിഫോംസ്, 5 പരിഷ്കാരങ്ങളാണ് ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ പരിഷ്കാരം ഏതായിരുന്നു? യെസ്, വ്യവസായ മേഖല പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ റിഫോംസ്. ഇവിടെ എന്തൊക്കെ പോയിന്റ്സ് ആയിരുന്നു പഠിച്ചിരുന്നത്? ലൈസൻസിങ് നിർത്തലാക്കി, അബോളിഷൻ ഓഫ് ലൈസൻസ് പഠിച്ചിരുന്നു. അതായത് ചില ഇൻഡസ്ട്രീസ്, അതൊഴികെയുള്ള ബാക്കി എല്ലാ വ്യവസായങ്ങളുടെയും നിയന്ത്രണങ്ങൾ ലൈസൻസിങ് നിർത്തലാക്കി അല്ലെങ്കിൽ എടുത്തു കളഞ്ഞു. ഏതൊക്കെ ഇൻഡസ്ട്രീസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ബാക്കിയുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് വായിച്ച് പഠിക്കണം. ദെൻ സംവരണം വെട്ടിക്കുറച്ചു ഓർ ഡി റിസർവേഷൻ എന്ന് പറയും. ചില വ്യവസായങ്ങൾക്ക്, ചില ഇൻഡസ്ട്രീസിന് പ്രത്യേക പൊസിഷൻസ്, റിസർവേഷൻ കൊടുത്തിരുന്നു. ഈ ഒരു ലിബറലൈസേഷന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ഒരു റിസർവേഷൻ ഗവൺമെന്റ് കുറച്ചു. മനസ്സിലായല്ലോ? ഓക്കെ, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്രത്തോളം പോയിന്റുകൾ നമ്മൾ അതിൽ പഠിച്ചിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് പഠിക്കണം. ദെൻ രണ്ടാമത്തെ റിഫോംസ്, രണ്ടാമത്തെ പരിഷ്കാരം ഏത് മേഖലയിലായിരുന്നു? ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ്, ധനകാര്യ മേഖലാ പരിഷ്കാരങ്ങൾ. അത് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. ദെൻ നികുതി പരിഷ്കാരങ്ങൾ, ടാക്സ് റിഫോംസ്. ഇവിടെ എക്സാമിന് 2 മാർക്കിന് വരുന്ന ഒരു ചോദ്യം ഉണ്ട്. മോണിറ്ററി പോളിസി ആൻഡ് ഫിസ്ക്കൽ പോളിസി, അത് പഠിച്ചിരിക്കണം. പണനയവും ധനനയവും. എന്താണ്? ഫിസ്ക്കൽ പോളിസി, ഫിസ്ക്കൽ നോട്ട് ഫിസിക്കൽ. ഫിസ്ക്കൽ പോളിസി, ധനനയം അല്ലെങ്കിൽ ഫിസ്ക്കൽ നയം എന്നും പറയും. ദെൻ മോണിറ്ററി പോളിസി, പണനയം. രണ്ടും തമ്മിൽ മാറിപ്പോകരുത്, സിമ്പിൾ ആണ്. ഫിസ്ക്കൽ പോളിസി എന്താണെന്ന് വെച്ചാൽ ദി പോളിസീസ് ഓഫ് ഗവൺമെന്റ് റിഗാർഡിംഗ് ടാക്സേഷൻ പോളിസി, പബ്ലിക് എക്സ്പെൻഡിച്ചർ, പബ്ലിക് ഡെപ്റ്റ്. അതായത് ഒരു രാജ്യത്തെ ഗവൺമെന്റ് നികുതി, പൊതുചെലവ്, പൊതുകടം എന്നിവയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുക്കുന്ന നയങ്ങളെയാണ് ഫിസ്ക്കൽ നയം അല്ലെങ്കിൽ ധനനയം എന്ന് പറയുന്നത്. 3 കാര്യങ്ങൾ ഓർമ്മ വേണം. ടാക്സേഷൻ പോളിസി, പബ്ലിക് എക്സ്പെൻഡിച്ചർ, പബ്ലിക് ഡെപ്റ്റ്. നികുതി, അതുപോലെ പൊതുചെലവ്, പൊതുകടം. ഇവ 3മായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് എടുക്കുന്ന നയമാണ് ഫിസ്ക്കൽ നയം. ഓക്കെ, ദെൻ മോണിറ്ററി പോളിസി, പണനയം എന്താണെന്ന് ചോദിക്കും. അതെപ്പോഴും ചോദിച്ച് കാണാറുണ്ട്. ഇറ്റ് ഈസ് എ കോൺഷ്യസ് ആക്ഷൻസ് ഓർ ഡെലിബറേറ്റ് ആക്ഷൻസ് അണ്ടർടേക്കൺ ബൈ സെൻട്രൽ ബാങ്ക് ഓഫ് എ കൺട്രി. ഇൻ കേസ് ഓഫ് ഇന്ത്യ, RBI, Reserve Bank of India, regarding quantity of money, availability of money and interest payment. അതായത് ഒരു രാജ്യത്തെ കേന്ദ്ര ബാങ്ക്, ഓരോ രാജ്യത്തിനും കേന്ദ്ര ബാങ്ക് ഉണ്ടായിരിക്കും. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ഏതാണ്? യെസ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBI ആണ്. അപ്പോൾ ഒരു രാജ്യത്തിലെ കേന്ദ്ര ബാങ്ക് പണത്തിന്റെ അളവ്, പണത്തിന്റെ ലഭ്യത, പലിശ അടവ്, ഈ 3 കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബോധപൂർവം എടുക്കുന്ന തീരുമാനങ്ങളെയാണ് എന്ത് പറയുന്നത്? പണനയം അല്ലെങ്കിൽ മോണിറ്ററി പോളിസി. ആ ടേം അവിടെ ഇമ്പോർട്ടന്റ് ആണ്. കോൺഷ്യസ് ആക്ഷൻ ഓർ ഡെലിബറേറ്റ് ആക്ഷൻ അണ്ടർടേക്കൺ ബൈ സെൻട്രൽ ബാങ്ക് ഓഫ് എ കൺട്രി റിഗാർഡിംഗ് ക്വാണ്ടിറ്റി ഓഫ് മണി, അവൈലബിലിറ്റി ഓഫ് മണി ആൻഡ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഫിസ്ക്കൽ പോളിസിയും മോണിറ്ററി പോളിസിയും എക്സാമിന് ചോദിക്കാറുണ്ട്. ഈ ഒരു ഹെഡിങ്ങിന്റെ കീഴിലായിട്ട് ചോദിക്കാം. ലിബറലൈസേഷന്റെ പാർട്ടായിട്ടും ചോദിക്കാറുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് 2 മാർക്കിന് ചോദിക്കാറുണ്ട്. ഓർമ്മ വേണം. ദെൻ അടുത്ത പരിഷ്കാരം വിദേശ നാണയ പരിഷ്കാരങ്ങൾ, ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ്. ഓക്കെ, ദെൻ വ്യാപാര നിക്ഷേപ നയങ്ങൾ, ട്രേഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസീസ്. അവിടെ ഇറക്കുമതി ഉദാരവൽക്കരിച്ചു. ഇമ്പോർട്ട്സ് ലിബറലൈസ്ഡ്, ഇറക്കുമതിയെ ഉദാരവൽക്കരിച്ചു. അങ്ങനെ 6ഓളം പോയിന്റുകൾ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. ആ പോയിന്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയാണ് നമുക്ക് ലിബറലൈസേഷൻ, ഉദാരവൽക്കരണം എന്ന ഒന്നാമത്തെ പരിഷ്കാരത്തിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് സ്വകാര്യവൽക്കരണം, രണ്ടാമത്തെ റിഫോം ആയിരുന്നു. പ്രൈവറ്റൈസേഷൻ, LPGയിലെ L പഠിച്ചു. ദെൻ P, പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരണം. ആ പേരിൽ തന്നെ ഉണ്ട്.
ചോദിക്കാറുണ്ട് എന്താണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് എ കൺവേർഷൻ ഓഫ് ഓണർഷിപ്പ് ഓർ മാനേജ്മെന്റ് ഓഫ് പബ്ലിക് സെക്ടർ ഓൺഡ് എന്റർപ്രൈസസ് ഇൻ ടു പ്രൈവറ്റ് സെക്ടർ. ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ള സ്ഥാപനങ്ങളെ സ്വകാര്യ മേഖലയ്ക്ക് നൽകുന്ന പ്രക്രിയയാണ് പ്രൈവറ്റൈസേഷൻ അല്ലെങ്കിൽ സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്. ഓർമ്മ വേണം. ഓക്കെ, ഇനി ഈ പ്രൈവറ്റൈസേഷൻ പോളിസി എന്തിന്റെ പാർട്ടായിട്ട് വന്നിട്ടുള്ളതാണ്? വൺ വേർഡ് ആയിട്ട് വരാറുണ്ട്. സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാം, സാപ്പ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ പ്രൈവറ്റൈസേഷൻ ഇസ് ഇൻട്രൊഡ്യൂസ്ഡ് ആസ് എ പാർട്ട് ഓഫ് ഓർ ആസ് എ റിസൾട്ട് ഓഫ് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാം, SAP, ഘടനാപരമായ ക്രമീകരണ നടപടി. അതിന്റെ റിസൾട്ട്, അതിന്റെ ഭാഗമായിട്ടാണ് സ്വകാര്യവൽക്കരണം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്കിതിൽ പഠിക്കേണ്ടത് ആഗോളവൽക്കരണം, ഗ്ലോബലൈസേഷൻ. LPGയിലെ മൂന്നാമത്തേത് ഗ്ലോബലൈസേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. ഗ്ലോബലൈസേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്ലോബലൈസേഷൻ ആ പേരിൽ തന്നെ ഉണ്ട്, ഗ്ലോബലൈസേഷൻ. ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട്, അല്ലെ? മുഴുവനായിട്ട്, എൻറ്റയർ എന്നാണ് അർത്ഥം വരുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ദി ടേം ഗ്ലോബലൈസേഷൻ ഇൻഡിക്കേറ്റ്സ് ദി ഓപ്പണിംഗ് അപ്പ് ഓഫ് ഡൊമസ്റ്റിക് ഇക്കോണമി ഫോർ ദി വേൾഡ് മാർക്കറ്റ്. ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ ലോക വിപണിക്ക് മുന്നിൽ തുറന്നു കൊടുക്കുന്ന പ്രക്രിയയാണ് ആഗോളവൽക്കരണം. ഓക്കെ, ഇവിടെ ആഗോളവൽക്കരണത്തിന്റെ ഒരുപാട് മീനിങ്ങുകൾ, ഒരുപാട് ഡെഫിനീഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം ഓർമ്മ വേണം. ഓക്കെ, മറ്റൊരു രീതിയിൽ നമുക്ക് എങ്ങനെ പറയാം? ഗ്ലോബലൈസേഷൻ റെഫേഴ്സ് ക്ലോസ് കോണ്ടാക്ട് ബിറ്റ്വീൻ കൺട്രീസ്. രാജ്യങ്ങൾ തമ്മിലുള്ള അടുത്ത ബന്ധത്തെ കാണിക്കുന്ന ഒന്നാണ് ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ആഗോളവൽക്കരണം. ഗ്ലോബലൈസേഷൻ എന്ന ഈ പാർട്ടിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് ഔട്ട്സോഴ്സിംഗ്, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ്. പുറം കരാർ അല്ലെങ്കിൽ പുറം വാങ്ങൽ, ഔട്ട്സോഴ്സിങ്ങിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതായത് ഔട്ട്സോഴ്സിംഗ് എന്താണെന്ന് നമുക്കറിയാം. ഒരു രാജ്യം അവരുടെ ജോലികൾ ചെയ്യാനായിട്ട് മറ്റു രാജ്യങ്ങളെ ഏൽപ്പിക്കുക, അതിനെയാണ് എന്ത് പറയുന്നത്? ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ്, ഇൻ ഔട്ട്സോഴ്സിംഗ് എ കമ്പനി ഹയേഴ്സ് റെഗുലർ സർവീസ് ഫ്രം എക്സ്റ്റേണൽ സോഴ്സസ് മോസ്റ്റ്ലി ഫ്രം അതർ കൺട്രീസ്. ഒരു രാജ്യത്തിന് അവരുടെ ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് പുറമേ ഉള്ള രാജ്യത്തിലെ ആളുകളെ ഏർപ്പാടാക്കുന്നു, അല്ലെങ്കിൽ പുറമേ ഉള്ള രാജ്യത്തിന് ആ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നു. ഇതിനെയാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ആ ഔട്ട്സോഴ്സിംഗിൽ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ഒപ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയാണ്. എന്തുകൊണ്ടാണ്? അതും എക്സാമിന് ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഔട്ട്സോഴ്സിംഗിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഡെസ്റ്റിനി ആയിട്ട്, ഒരു പറുദീസയായിട്ട് ഇന്ത്യയെ കണക്കാക്കുന്നത്? അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് ഇന്ത്യയെ ഔട്ട്സോഴ്സിംഗിന് വേണ്ടി സെലക്ട് ചെയ്യുന്നത്? അതിന്റെ കാരണം പഠിച്ചു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എഡ്യൂക്കേറ്റഡ്, ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അതുപോലെ ഒരുപാട് എംപ്ലോയ്മെന്റ് സ്കില്ലുകളുള്ള ആളുകൾ കൂടുതലുള്ളത് ഇന്ത്യയിലാണ്. അറ്റ് ലോ കോസ്റ്റ്, കുറഞ്ഞ ചെലവിൽ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ എവിടെയുണ്ട്? ഇന്ത്യയിൽ ഉണ്ട്. ഈ കാരണങ്ങൾ കൊണ്ടെല്ലാമാണ് രാജ്യങ്ങളെല്ലാം ഇന്ത്യയാണ് ഔട്ട്സോഴ്സിംഗിന്റെ ഡെസ്റ്റിനേഷൻ ആയിട്ട് ഒപ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചൂസ് ചെയ്യുന്നത്, തിരഞ്ഞെടുക്കുന്നത്. ഇതെല്ലാം പഠിച്ചിരുന്നു. ഓക്കെ, ഇതിൽ ലിബറലൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രൈവറ്റൈസേഷനിൽ എന്താണ് പ്രൈവറ്റൈസേഷൻ എന്ന് ചോദിക്കും. അതിൽ ഒരു കാര്യം കൂടെ ഇമ്പോർട്ടന്റ് ആണ്, ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, നിക്ഷേപ വിൽപ്പന എന്താണെന്ന് ചോദിക്കും. അതായത് സെല്ലിംഗ് ഓഫ് ഗവൺമെന്റ് കമ്പനീസ് ഇൻ ടു പ്രൈവറ്റ് സെക്ടർ. ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ള സ്ഥാപനങ്ങളെ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്ന പ്രക്രിയയാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, നിക്ഷേപ വിൽപ്പന എന്ന് പറയുന്നത്. സെല്ലിംഗ് ആണ്. ഓക്കെ, വിൽക്കുന്ന പ്രക്രിയ ഓർമ്മ വേണം. എക്സാമിന് ചോദിക്കാറുണ്ട് എന്താണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, വാട്ട് ഈസ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, എന്താണ് നിക്ഷേപ വിൽപ്പന. ഓക്കെ ആണല്ലോ, പഠിച്ചു വെക്കണം. അപ്പോൾ ലിബറലൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണെന്ന് ചോദിക്കും. 5 പരിഷ്കാരങ്ങൾ ചോദിക്കാറുണ്ട്. ദെൻ പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരണത്തിൽ എന്താണ് പ്രൈവറ്റൈസേഷൻ, അതുപോലെ എന്താണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, ഇത്രയാണ് അതിൽ ചോദിക്കാറ്. ദെൻ ഗ്ലോബലൈസേഷൻ, ഗ്ലോബലൈസേഷനിൽ എന്താണ് ഗ്ലോബലൈസേഷൻ. ദെൻ ഔട്ട്സോഴ്സിംഗ്, ഗ്ലോബലൈസേഷന്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ഔട്ട്കം, വളരെ പ്രധാനപ്പെട്ട ഒരു അനന്തരഫലമായിരുന്നു ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദെൻ ഗ്ലോബലൈസേഷൻ എന്ന ഹെഡിങ്ങിന്റെ അണ്ടറിൽ പഠിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടന്റ്
ടോപ്പിക്കാണ് WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ലോക വ്യാപാര സംഘടന. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. ഇതിൽ നിങ്ങൾ ആദ്യം ഓർത്ത് വെക്കേണ്ടത് WTOയുടെ ആദ്യത്തെ പേര് ഇതല്ലായിരുന്നു, ഗാട്ട്, ജനറൽ എഗ്രിമെന്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ്. ഇതായിരുന്നു WTOയുടെ തുടക്കത്തിലെ പേര്. 1948 ഗാട്ട് GATT അത് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. 23 മെമ്പർ കൺട്രീസ് ആയിരുന്നു ഗാട്ടിൽ അന്നുണ്ടായിരുന്നത് 1948 ഫോം ചെയ്യുന്ന സമയത്ത്. എന്നാൽ 1995 ജനുവരി 1995 ജനുവരി 1 ഗാട്ട് റീനെയിംഡ് ആസ് ഓർ ഗാട്ട് ഈസ് റീപ്ലേസ്ഡ് ബൈ WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ലോക വ്യാപാര സംഘടന എന്നായിട്ട് പേര് മാറ്റി. വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, 1995 ജനുവരി 1. WTOയിൽ 164 മെമ്പർ കൺട്രീസ് ആണ് ഉള്ളത്, 164 അംഗരാജ്യങ്ങളാണ് ഉള്ളത്. അതിൽ 164ാമത്തെ രാജ്യം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ ആണ്. ഇതൊരു അഡീഷണൽ പോയിന്റ് ആണെന്ന് ഓർത്തു വെക്കുക കേട്ടോ. 2016 ജൂലൈ 29 164ാമത്തെ മെമ്പർ കൺട്രി ആയിട്ട് അഫ്ഗാനിസ്ഥാന് വരുന്നത്. ഓക്കെ, ഇപ്പൊ 164 മെമ്പർ കൺട്രീസ് ആണ് WTOയിൽ അറ്റ് പ്രസന്റ് ഉള്ളത്, ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും ടോപ്പിക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇതിൽ പഠിക്കേണ്ട മറ്റൊരു ടോപ്പിക്കാണ് കാർഷിക മേഖലയിലെ പരിഷ്കാരങ്ങൾ, റിഫോംസ് ഇൻ അഗ്രികൾച്ചർ. ആ ഒരു ഹെഡിങ് നിങ്ങൾക്ക് അതിൽ കാണാം. അതായത് ഇത്തരത്തിലുള്ള റിഫോംസ്, സാമ്പത്തിക പരിഷ്കാരങ്ങൾ, ന്യൂ എക്കണോമിക് പോളിസി, പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ട് വന്ന പരിഷ്കാരങ്ങൾ കാർഷിക മേഖലയെ എങ്ങനെയാണ് ബാധിച്ചത്, അതാണ് ഈ ഒരു ഹെഡിങ്ങിൽ നിങ്ങൾ പഠിക്കുന്നത്. എന്തായിരുന്നു? റിഫോംസ് ഇൻ അഗ്രികൾച്ചർ, കാർഷിക മേഖലയിലെ പരിഷ്കാരങ്ങൾ. എക്സാമിന് ഈ ഒരു പാർട്ടിൽ നിന്ന് ചോദ്യം വരാറുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഒന്നുകൂടെ പറയുന്നു, എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ്. ഫസ്റ്റ് വൺ, ഇക്കണോമിക് ക്രൈസിസ് ഇൻ 1990, 1990 സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, പശ്ചാത്തലത്തെക്കുറിച്ച് എക്സാമിന് ചോദിക്കാറുണ്ട്. ദെൻ LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഇതിനെ 3 കുറിച്ചും ചോദിക്കാറുണ്ട്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിലെ 2ാമത്തെ ചാപ്റ്റർ ആണ്, കളക്ഷൻ ഓഫ് ഡാറ്റ, ഡാറ്റയുടെ ശേഖരണം അല്ലെങ്കിൽ ദത്തങ്ങളുടെ ശേഖരണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അതുപോലെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാവുന്ന ഒരു ചാപ്റ്റർ കൂടെയാണ്, അല്ലെ? ഇവിടെ നമുക്ക് ആദ്യം പഠിക്കേണ്ടത്, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആദ്യം പഠിക്കേണ്ട കാര്യമാണ്, there are 2 types of data. 2 തരം ഡാറ്റയുണ്ട്, 2 തരം ദത്തങ്ങളാണുള്ളത്. പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ, അല്ലെ? പ്രാഥമിക ദത്തങ്ങളും അതുപോലെ ദ്വിതീയ ദത്തങ്ങളും. ഇവിടെ ആദ്യം ചോദിക്കുന്നത്, ആ ടേബിൾ നമ്മൾ പഠിച്ചു, ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. പ്രാഥമിക ദത്തങ്ങളും ദ്വിതീയ ദത്തങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തെ കാണിക്കുന്ന ഒരു ടേബിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. പ്രൈമറി ഡാറ്റ നേരിട്ട് ശേഖരിക്കുന്നു, അല്ലെ? ഫസ്റ്റ് ഹാൻഡ് ഇൻ യൂസ് ആണ്. സെക്കൻഡറി ഡാറ്റയോ സെക്കൻഡ് ഹാൻഡ് ഇൻ യൂസ് ആണ്, നേരത്തെ ശേഖരിച്ച ദത്തം ഉപയോഗിക്കുന്നു. ദെൻ പ്രൈമറി ഡാറ്റ ഇൻ ദി ഷേപ്പ് ഓഫ് റോ മെറ്റീരിയൽ, അസംസ്കൃത രൂപത്തിലായിരിക്കും പ്രാഥമിക ഡാറ്റ. എന്നാൽ ദ്വിതീയ ഡാറ്റയോ സെക്കൻഡറി ഡാറ്റ ഇൻ ദി ഷേപ്പ് ഓഫ് ഫൈനൽ ഗുഡ് ഓർ ഫിനിഷ്ഡ് ഗുഡ്, അന്തിമ ഉൽപ്പന്നത്തിന്റെ രൂപത്തിലായിരിക്കും. ഓക്കെ, അങ്ങനെ 5ഓളം ഡിഫറൻസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം. ദെൻ അതുപോലെ ഈ ചാപ്റ്ററിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാവുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്, 2ാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്, വാട്ട് ആർ ദി ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ. ഒരു നല്ല ചോദ്യാവലിക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? അവിടെ 8ഓളം പോയിന്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു? ക്വസ്റ്റ്യനെയർ ഷുഡ് നോട്ട് ബി ടു ലോങ്, ഒരുപാട് ദീർഘിച്ചതാകരുത്. എ സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഷുഡ് മൂവ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്, അതായത് പൊതുവായ ചോദ്യങ്ങളിൽ തുടങ്ങി പ്രത്യേക ചോദ്യങ്ങളിൽ എത്തണം. അങ്ങനെ 8ഓളം ഗുണങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ? നല്ല ഒരു ഡാറ്റ നമുക്ക് കിട്ടണമെങ്കിൽ നല്ലൊരു ക്വസ്റ്റ്യനെയർ നമുക്ക് വേണം. ആ ക്വസ്റ്റ്യനെയറിന് നല്ല ക്വാളിറ്റീസ്,
ഇത്രയും ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ് ഒരു ക്വസ്റ്റ്യനെയറിന് അല്ലെങ്കിൽ ചോദ്യാവലിക്ക് വേണ്ട ഗുണങ്ങൾ എന്ന് പഠിച്ചു. അതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 8ഓളം ക്വാളിറ്റീസ്, 8ഓളം ഗുണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർമ്മ വേണം. സിമ്പിൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണത്. ദെൻ ഇവിടെ വരുന്നത് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഓർത്തു വെക്കാവുന്ന ഒരു ഭാഗം കൂടിയാണിത്. മെത്തേഡ്സ് യൂസ്ഡ് ഫോർ ദി കളക്ഷൻ ഓഫ് പ്രൈമറി ഡാറ്റ. പ്രാഥമിക തത്വങ്ങൾ ശേഖരിക്കുന്നതിനുള്ള മെത്തേഡുകൾ, രീതികളെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലെ. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ 3 മെത്തേഡുകളാണ് ഉള്ളത്. ഏതൊക്കെയായിരുന്നു? യെസ്, ഫസ്റ്റ് വൺ ഡയറക്റ്റ് പേഴ്സണൽ ഇന്റർവ്യൂ, വ്യക്തികളുമായി നേരിട്ടുള്ള അഭിമുഖം. ദെൻ ടെലിഫോണിക് ഇന്റർവ്യൂ, ടെലിഫോൺ അഭിമുഖം. ദെൻ മെയിലിംഗ് ക്വസ്റ്റ്യനെയർ, തപാൽ മുഖേനയുള്ള ചോദ്യാവലി. ഈ 3 മെത്തേഡുകൾ, 3 രീതികളാണ് പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള മെത്തേഡുകൾ എന്ന് പറയുന്നത്. 3 എന്താണെന്ന് നമുക്കറിയാം, പറഞ്ഞിട്ടുണ്ട്. 3 കാര്യങ്ങളിലും 2 ആളുകൾ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, അതാണ് നമുക്ക് പഠിക്കേണ്ടത്. 2 ആളുകൾ ആരൊക്കെയാണ്? യെസ്, ഫസ്റ്റ് വൺ ഇൻവെസ്റ്റിഗേറ്റർ, ദെൻ റെസ്പോണ്ടന്റ്. ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? അന്വേഷകൻ. റെസ്പോണ്ടന്റ് എന്ന് പറഞ്ഞാലോ വിവരദാതാവ്. ഇപ്പോൾ ഞാനാണ് സർവേ നടത്താൻ വരുന്നത് അല്ലെങ്കിൽ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി വരുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങളാണ് റെസ്പോണ്ടന്റ്, ഞാനാണ് ഇൻവെസ്റ്റിഗേറ്റർ അന്വേഷകൻ, നിങ്ങളാണ് റെസ്പോണ്ടന്റ്. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങളാണ് എനിക്ക് വിവരങ്ങൾ തരുന്നത്, മറുപടി തരുന്നത്. അപ്പോൾ ഞാൻ ഇൻവെസ്റ്റിഗേറ്റർ ആണ്, ഞാൻ അന്വേഷകനാണ്. എനിക്ക് ഉത്തരങ്ങൾ തരുന്ന നിങ്ങളാണ് റെസ്പോണ്ടന്റ്, റെസ്പോണ്ട് അല്ലെ, നിങ്ങളാണ് എന്നോട് പ്രതികരിക്കുന്നത്. അപ്പൊ നിങ്ങളാണ് വിവരദാതാക്കൾ എന്ന് പറഞ്ഞാൽ ഈ 2 ആളുകളും ഈ 3 മെത്തേഡിലും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, അതാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് അതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതുമാണ്. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഡയറക്റ്റ് പേഴ്സണൽ ഇന്റർവ്യൂ, വ്യക്തികളുമായി നേരിട്ടുള്ള അഭിമുഖം. ആദ്യം നിങ്ങൾ എഴുതേണ്ടത് എന്താണ്? എങ്ങനെയാണ് ഇൻവെസ്റ്റിഗേറ്ററും അതുപോലെ റെസ്പോണ്ടന്റും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഡയറക്റ്റ് റിലേഷൻ ബിറ്റ്വീൻ ഓർ ഡയറക്റ്റ് കോണ്ടാക്ട് ബിറ്റ്വീൻ ഇൻവെസ്റ്റിഗേറ്റർ ആൻഡ് റെസ്പോണ്ടന്റ് അല്ലെ. ഈ ഒരു മെത്തേഡിൽ, ഈ ഒരു രീതിയിൽ അന്വേഷകനും വിവരദാതാവും നേരിട്ട് കണ്ടുമുട്ടുന്നു, അല്ലെങ്കിൽ അന്വേഷകൻ നേരിട്ട് വിവരദാതാവിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്ന മെത്തേഡാണ് ഈ ഒരു ഡയറക്റ്റ് പേഴ്സണൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ. ഓക്കെ, പിന്നീട് പഠിച്ചത് എന്തായിരുന്നു? യെസ്, ഈ ഒരു മെത്തേഡിന്റെ ഗുണങ്ങളും ദോഷങ്ങളും, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഡയറക്റ്റ് പേഴ്സണൽ ഇന്റർവ്യൂ ഓർ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. ദെൻ നമുക്ക് പറയാനുള്ളത് മെയിലിംഗ് ക്വസ്റ്റ്യനെയർ, തപാൽ മുഖേനയുള്ള ചോദ്യാവലി. എന്താണ് അവിടെ പറയുന്നത്? ഇവിടെ എങ്ങനെയാണ് റെസ്പോണ്ടന്റും അതുപോലെ ഇൻവെസ്റ്റിഗേറ്ററും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇൻവെസ്റ്റിഗേറ്റർ അന്വേഷകന് തപാൽ വഴി എന്ത് ചെയ്യുന്നു? ക്വസ്റ്റ്യനെയർ റെസ്പോണ്ടന്റിന് അയച്ചു കൊടുക്കുന്നു. ഇതാണ് ഈ ഒരു മെത്തേഡിൽ പറയുന്നത്. ഇതിന്റെയും ഗുണങ്ങളും ദോഷങ്ങളും, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് നമ്മൾ പഠിച്ചു, എഴുതി വെക്കണം. ദെൻ തേർഡ് വൺ എന്തായിരുന്നു? ടെലിഫോൺ ഇന്റർവ്യൂ, ടെലിഫോൺ അഭിമുഖം. ഇവിടെ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അന്വേഷകനും വിവരദാതാവും, ഇൻവെസ്റ്റിഗേറ്ററും റെസ്പോണ്ടന്റും, അവർ തമ്മിലുള്ള റിലേഷൻ ത്രൂ ടെലിഫോൺ അല്ലെ. ടെലിഫോൺ വഴിയാണ് അവരെന്ത് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതും അതിനുള്ള ആൻസേഴ്സ് തരുന്നതും. ഓക്കെ, ഇതിന്റെയും മെറിറ്റും ഡിമെറിറ്റും പഠിച്ചു. ഇനി ഇവിടെ ഈ ചാപ്റ്ററിൽ നിന്നും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, 3 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ് പൈലറ്റ് സർവേ. എന്താണ് പൈലറ്റ് സർവേ? ചോദിക്കാറുണ്ട്. പൈലറ്റ് സർവേ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ തയ്യാറാക്കിയ ക്വസ്റ്റ്യനെയർ, അതിന് പ്രീ ടെസ്റ്റിംഗ് ആണ്. ഇറ്റ് ഈസ് എ പ്രീ ടെസ്റ്റിംഗ് ഓഫ് ക്വസ്റ്റ്യനെയർ. എഴുതി തയ്യാറാക്കിയ ചോദ്യാവലി ശരിയാണോ എന്ന് ടെസ്റ്റ് ചെയ്യുക കുറച്ച് ആളുകളിൽ. ഓക്കെ, ഞാൻ 10 പേരിൽ അത് എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. ഈ ഒരു ക്വസ്റ്റ്യനെയർ 10 പേർക്ക് കൊടുത്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു ക്വസ്റ്റ്യനെയറിന്റെ റിലയബിലിറ്റി, ഇതിന്റെ ഒരു എന്തിനു വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഞാൻ എന്താണോ ഇതിൽ നിന്ന് ഉദ്ദേശിച്ചത്, ആ റിസൾട്ട് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ, അതിന്റെ വിശ്വാസയോഗ്യത, റിലയബിലിറ്റി, അതിന്റെ ടൈം, കോസ്റ്റ്, ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പൈലറ്റ് സർവേ നടത്തുന്നത്. എന്താണ് പൈലറ്റ് സർവേ എന്ന് പറഞ്ഞിരുന്നു. ചോദ്യാവലി തയ്യാറായി കഴിഞ്ഞാൽ അത് പരിമിതമായ എണ്ണം വരുന്ന വിവരദാതാക്കളിൽ മുൻകൂറായി പരിശോധിക്കുന്നതാണ് പൈലറ്റ് സർവേ എന്ന് പറഞ്ഞാൽ. അതിന്റെ ഗുണങ്ങൾ, പൈലറ്റ് സർവേയുടെ
അഡ്വാൻറ്റേജസ് നമ്മൾ പറഞ്ഞിരുന്നു. 3 പോയിന്റ്സുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മ വേണം. അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് വേണം ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ എല്ലാം ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. നെക്സ്റ്റ് ഇവിടെ നമുക്ക് പഠിക്കേണ്ടതാണ് മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ. ദത്തങ്ങൾ ശേഖരിക്കുന്നതിനുള്ള അല്ലെങ്കിൽ ഡാറ്റ ശേഖരിക്കുന്നതിനുള്ള രീതികൾ. 2 രീതികളാണ് ഉള്ളത്. ഫസ്റ്റ് വൺ സെൻസസ് മെത്തേഡ്, സെൻസസ് രീതി എന്ന് പറയും. മറ്റൊരു പേരെന്തായിരുന്നു? കംപ്ലീറ്റ് എന്യൂമറേഷൻ മെത്തേഡ്, ഓർമ്മ വേണം. ദെൻ സാമ്പിൾ സർവേ മെത്തേഡ്, സാമ്പിൾ സർവേ രീതി. അതിൽ തന്നെ സാമ്പിൾ എന്താണെന്ന് ചോദിക്കാറുണ്ട്. സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പിൾ ഈസ് ദി പാർട്ട് ഓഫ് പോപ്പുലേഷൻ വിച്ച് റെപ്രസെന്റ് എൻറ്റയർ പോപ്പുലേഷൻ ഇൻ ടേംസ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് അണ്ടർ സ്റ്റഡി. അതായത് പോപ്പുലേഷന്റെ എല്ലാ സ്വഭാവ സവിശേഷവും അടങ്ങിയ പ്രാതിനിധ്യ സ്വഭാവമുള്ള കുറെ യൂണിറ്റുകൾ ചേരുന്നതാണ് സാമ്പിൾ എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പോൾ പോപ്പുലേഷൻ 1000 ആണെന്ന് വിചാരിക്കുക. ആ 1000-ൽ ഒരു 5 പേരെ ഞാൻ തിരഞ്ഞെടുത്തു. ആ പോപ്പുലേഷന്റെ ചെറിയൊരു പാർട്ടാണ്, ചെറിയൊരു ഭാഗമാണ്. ആ 5 ആണ് ഇവിടെ സാമ്പിൾ എന്ന് പറഞ്ഞാൽ. ദാറ്റ് ഈസ് സൈസ് ഓഫ് സാമ്പിൾ ഈസ് ലെസ് ദാൻ ദി സൈസ് ഓഫ് പോപ്പുലേഷൻ. പോപ്പുലേഷനിലേക്കാൾ ചെറുതായിരിക്കും സാമ്പിൾ, അതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, കാരണം പോപ്പുലേഷന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് സാമ്പിൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അറിയാലോ നിങ്ങൾക്ക്, പോപ്പുലേഷന്റെ ചെറിയൊരു ഭാഗമാണെങ്കിൽ അവിടെ ആരാണ് വലുത്? പോപ്പുലേഷൻ ആണ് വലുത്, സാമ്പിൾ ആണ് ചെറുത്. ക്ലിയർ ആണോ? അത്രയേ ഉള്ളൂ കാര്യം. ദെൻ ഇവിടെ വരുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടെക്നിക്സ് ഓഫ് സാമ്പിളിങ് ഓർ മെത്തേഡ്സ് ഓഫ് സാമ്പിളിങ്. സാമ്പിളിംഗ് രീതികൾ അല്ലെങ്കിൽ സാമ്പിളിങ്ങിന്റെ സങ്കേതങ്ങൾ, രണ്ടും ഒരേ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയായിരുന്നു? ടെക്നിക്സ് ഓഫ് സാമ്പിളിംഗ് ഓർ മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ്. സാമ്പിളിംഗ് രീതികൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം, അല്ലെങ്കിലോ സാമ്പിളിങ്ങിന്റെ സങ്കേതങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. രണ്ടും ഒരേ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഫ്ലോ ചാർട്ടായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാം, ഈ ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് കൃത്യമായിട്ട് ഓർമ്മ വേണം. ദർ ആർ 2 മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ്. ഏതൊക്കെയായിരുന്നു? റാൻഡം സാമ്പിളിംഗ്, നോൺ റാൻഡം സാമ്പിളിംഗ്. യാദൃച്ഛിക സാമ്പിളിംഗ്, യാദൃച്ഛികമല്ലാത്ത സാമ്പിളിംഗ്. റാൻഡം സാമ്പിളിംഗ് വീണ്ടും 2 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു. ഏതൊക്കെയായിരുന്നു? സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സിമ്പിൾ യാദൃച്ഛിക സാമ്പിളിംഗ്. അതുപോലെ റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ്, നിയന്ത്രിത യാദൃച്ഛിക സാമ്പിളിംഗ്. ദെൻ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വീണ്ടും 2 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു, ലോട്ടറി മെത്തേഡ് ആൻഡ് ടേബിൾ ഓഫ് റാൻഡം നമ്പർ. ലോട്ടറി രീതി, അതുപോലെ റാൻഡം നമ്പർ ടേബിൾ രീതി. ദെൻ റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ്, നിയന്ത്രിത യാദൃച്ഛിക സാമ്പിളിംഗ്. അതിനെ 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു. ഏതൊക്കെയായിരുന്നു? സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, ക്രമബന്ധ സാമ്പിളിംഗ്. ദെൻ ക്ലസ്റ്റർ സാമ്പിളിംഗ്. ദെൻ അതിൽ വരുന്നത് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. ഇതിൽ ഈ ഫ്ലോ ചാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പക്ഷേ 2 രീതിയിലാണ് ഇത് ചോദിക്കാറ്. ഒന്ന് മുഴുവനായിട്ട് ചോദിക്കും, ഈ ഫ്ലോ ചാർട്ട് മുഴുവനായിട്ട് ഡ്രോ ചെയ്യാൻ വേണ്ടി ചോദിക്കും. മറ്റൊരു പാറ്റേണിൽ ചോദിക്കാറ്, നിങ്ങൾക്ക് ഈ ഒരു ഫ്ലോ ചാർട്ട് തരും ക്വസ്റ്റ്യൻ പേപ്പറിൽ, എന്നാൽ ചില കോളങ്ങൾ, ചില റെക്റ്റാങ്കിൾസ് ഓരോ കോളങ്ങളായിട്ടായിരിക്കും തരിക. അത് ബ്ലാങ്ക് ആയിരിക്കും, ചിലത് ബ്ലാങ്ക് ആയിരിക്കും. ആ ബ്ലാങ്ക് ആയ ഭാഗങ്ങൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടും ചോദിക്കാറുണ്ട്. 2 പാറ്റേണിലാണ് മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ് രീതികൾ ചോദിക്കാറ്. ഈ ഫ്ലോ ചാർട്ട് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ബാക്കി എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എംഫസിസ് ചെയ്തുകൊണ്ട്, അതിന് ഊന്നൽ നൽകിക്കൊണ്ട് വേണം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നിങ്ങൾക്കൊരു ഔട്ട്ലൈൻ മാത്രമാണ് തന്നിട്ടുള്ളത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അത്രയാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ ഇക്കോണമിയിലെ 3rd ചാപ്റ്ററിലെ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. ദെൻ സ്റ്റാറ്റിസ്റ്റിക്സിലെ 2ാമത്തെ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വേണം. നോട്ട് കൃത്യമായിട്ട് വായിക്കണം, ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ച് പഠിക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.